ഇപ്പൊ സമയം രാത്രി 10 മണിയാകുന്നു. ഇവിടെ സൂര്യൻ അസ്തമിക്കുന്ന ഏകദേശം ഒരു 11:30-12 മണിയൊക്കെ ആവട്ടെ. പക്ഷെ എന്നാലും ഇപ്പൊ നോക്കിയേ, ആ മേഘങ്ങൾ നിൽക്കണോണ്ടാണ്. മേഘങ്ങൾ സൂര്യനെ മറച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് സൂര്യനെ കാണാത്തത്. പക്ഷെ നമ്മുടെ നാട്ടിലൊരു 6 മണി എങ്ങനെയാണോ അതേപോലെയാണ് ഇപ്പൊ ഈ കാണുന്ന ഒരു കാഴ്ച. കണ്ട, 24 മണിക്കൂറും വെട്ടം ഉണ്ടാവും. രാവിലെ പോലെ തന്നെ ഇരിക്കണം, പകല് പോലെ ആയിരിക്കും. പകല് പോലെയല്ല, പകലാണ് എല്ലാ ദിവസവും. അങ്ങനത്തെ അവസ്ഥയൊക്കെയാണ് ഇവിടുത്തെ എന്റെ പൊന്നു. പക്ഷെ നല്ല രസമുണ്ടോ, അതിൽ ഇൻട്രസ്റ്റിംഗ് എക്സ്പീരിയൻസ് ആണ്, അടിപൊളിയാണ്. അപ്പോൾ ഞാനിങ്ങനെ പുറത്തെ കാഴ്ചകളും കണ്ടിങ്ങനെ ഇരിക്കുകയാണ്. പുറത്ത് നല്ല തണുപ്പാണ്. അപ്പോൾ തണുപ്പായാലും പ്രശ്നമില്ല, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മിക്കവാറും നമുക്ക് നല്ല അടിപൊളി കാഴ്ചകൾ കാണാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ തണുപ്പാണെങ്കിലും പുറത്ത് തന്നെ നിൽക്കുകയാണ്. കാരണം ഈ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ജീവിതത്തിലൊക്കെ ഒരിക്കലേ ഉള്ളൂ. ഇനി ഇങ്ങോട്ട് വരുമോ ഇല്ലെന്ന് പോലും അറിയത്തില്ല. അത് ഇത്രയും പൈസ മുടക്കിയൊക്കെ വന്നിട്ടേ മൊത്തം കണ്ടിട്ടേ പോകണുള്ളൂ. തണുപ്പാലും കുഴപ്പമില്ല എന്നുള്ള അവസ്ഥയാണ്. എൻ്റെ മോനെ, നമ്മളിങ്ങനെ പോകുമ്പോഴാണ് ഇതൊക്കെ കണ്ട, ഇത് ഐസാണ്. പക്ഷെ എൻ്റെ ദൈവം, ഇത് കണ്ട ഐസ്, ഒഴുകുന്ന ഐസ്. ഇതിൻ്റെയൊക്കെ വലിപ്പം നോക്കി, നമ്മുടെയൊക്കെ അവിടെ വലിയൊരു മല എന്നൊക്കെ പറയുന്ന പോലത്തെ സാധനമൊക്കെയാണ് ഇവിടെ ഒഴുകി കിടക്കുന്നത്. ഇത് കണ്ട, അതിൻ്റെ ഭീമാകാരൊക്കെ മനസ്സിലാണെങ്കിൽ അതിൻ്റെ വലിപ്പം എങ്ങനെ പറയുമെന്ന് എനിക്കറിയത്തില്ല. അതിൻ്റെ കൂടെ ഒരാൾ പോയി നിന്നാലാണ് അതിൻ്റെ വലിപ്പം മനസ്സിലാവുള്ളൂ. ഭീകരമായിട്ടുള്ള സൈസുള്ള ഐസാണ് അത്.